അടുത്ത കൺസെപ്റ്റാണ് മെർജിങ്. മെർജിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ കയ്യിൽ 2 ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്. ഒന്നാമത്തെ ലിങ്ക്ഡ് ലിസ്റ്റ്, രണ്ടാമത്തെ ലിങ്ക്ഡ് ലിസ്റ്റ്. ഈ 2 ലിങ്ക്ഡ് ലിസ്റ്റിനെയും കൂടെ ഞാൻ മെർജ് ചെയ്യാണ്. മെർജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതിൻ്റെ എൻഡിങ്ങിലോട്ട് ആര് വരണം, ഈ രണ്ടാമത്തെ ലിങ്ക്ഡ് ലിസ്റ്റ് വരണം. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിന് ഒരു ഹെഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹെഡ് 1 എഴുതിയിട്ടുണ്ട്, ഇവിടെ ഒരു ഹെഡ് 2 ഞാൻ എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഹെഡ് 1 ഹെഡ് 2 എന്ന് എഴുതിയത്? ഇത് രണ്ടും 2 ലിങ്ക്ഡ് ലിസ്റ്റാണ്. അപ്പോൾ രണ്ടും 2 ലിങ്ക്ഡ് ലിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 2 വിധത്തിൽ ഞാനത് എഴുതി വെച്ചു. ഓക്കെ, ഇനി ഇതിനെ ഞാൻ ഒരുമിപ്പിക്കുന്ന സമയത്ത് പിന്നെ ഇത് 2 ലിങ്ക്ഡ് ലിസ്റ്റ് ആണോ? അല്ല, പിന്നെ ഒരു ലിങ്ക്ഡ് ലിസ്റ്റേ ഉള്ളൂ. അപ്പോൾ ഇതിന് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ഹെഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഹെഡ് 2നെ ഞാൻ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പിലേക്കൊക്കെ പോകുന്നതിനേക്കാൾ മുന്നേ ആദ്യം നമ്മൾ നോക്കുക. ഞാനിതാ ഇയാളെ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പോവാണ് അല്ലേ. ഞാനിതാ അവിടെ കണക്ഷൻ വരക്കുകയാണ്. ഇതാ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെയാണ് ഞാൻ ഈ കണക്ഷൻ പോകുന്നത്. ഇവിടുന്ന് ഈ ലാസ്റ്റത്തെ നോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ കണക്ഷൻ പോകുന്നു. ഇതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ഇയാളെ പറ്റി അറിവ് വേണം, ഇയാളെ പറ്റി അറിവ് വേണം, ഇയാളെ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ കൂടി വേണം. ഈ കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത്. ഞാൻ ആദ്യം നോക്കി, ഞാൻ ആദ്യം ഈ ലിങ്ക്ഡ് ലിസ്റ്റിനെ ഞാൻ അങ്ങനെ തന്നെ മറച്ചു. ഈ ലിങ്ക്ഡ് ലിസ്റ്റ് അവിടെ ഇല്ല എന്ന് വിചാരിക്കും. ഈ ലിങ്ക്ഡ് ലിസ്റ്റ് അവിടെ ഇല്ല. നമുക്ക് ആകെ ഈ ലിങ്ക്ഡ് ലിസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂട്ടിച്ചേർക്കണമെങ്കിൽ ആദ്യം ഞാൻ എവിടെ എത്തണം, ഇതിൻ്റെ എൻഡിലോട്ട് എത്തണമല്ലോ. ഇതിൻ്റെ എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യം ആലോചിക്കുക, ഇതിൻ്റെ എൻഡിലേക്ക് ഞാൻ എങ്ങനെ എത്തും എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഫസ്റ്റ് ചിന്തിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എനിക്ക് ആദ്യം ഈ ഹെഡ് 1 അഥവാ ഈ നോഡിൻ്റെ പേര് ഹെഡ് 1 ആണെന്നറിയാം. ഇയാളുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇയാൾക്കൊരു പേര് കൊടുക്കണം. നമ്മൾ എങ്ങനെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഇയാളുടെ പേര് ഞാൻ PTR എന്ന് പറഞ്ഞ് കൊടുത്തു. എങ്ങനെയാണ് കൊടുക്കുക, ഇതാ PTR ഈസ് ഈക്വൽ ടു ഹെഡ് 1ൻ്റെ ലിങ്ക്. 200 ആളെ ഞാൻ എന്ത് വിളിച്ചു, PTR എന്ന് വിളിച്ചു. PTR ഈസ് ഈക്വൽ ടു ഹെഡ് 1ൻ്റെ ലിങ്ക്. ഹെഡിൻ്റെ ലിങ്ക് എന്ന് കൊടുക്കരുത്, ബിക്കോസ് ഇവിടെ 2 ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഹെഡ് 1ഉം ഹെഡ് 2 ഉണ്ട്, കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഹെഡ് 1 എന്ന് തന്നെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. PTR ഈസ് ഈക്വൽ ടു ഹെഡ് 1ൻ്റെ ലിങ്ക്. അപ്പോൾ ഇയാളെ PTR എന്ന് വിളിച്ചു. ഇനി ഞാൻ നോക്കേണ്ടത്, എനിക്ക് ലാസ്റ്റത്തെ നോഡിലേക്ക് വരെ എത്തണം എന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ ലാസ്റ്റത്തെ നോഡിൻ്റെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കുക. ലാസ്റ്റത്തെ നോഡിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ലാസ്റ്റത്തെ നോഡിൻ്റെ ലിങ്ക് പോർഷൻ എന്താണ്, നള്ളാണ് അല്ലേ. ലാസ്റ്റത്തെ നോഡിൻ്റെ ലിങ്ക് പോർഷൻ നള്ളാണ് എന്നുള്ളൊരു കേസ് നമുക്കറിയാം. നമ്മൾ എന്ത് കണ്ടീഷൻ നോക്കി പോയാൽ മതി, PTRൻ്റെ ലിങ്ക് നോട്ട് ഈക്വൽ ടു നൾ എന്ന് നോക്കിയാൽ പോയാൽ പോരെ. ഫസ്റ്റ് ഇതാണ് PTR. അപ്പോൾ ഞാൻ നോക്കി PTRൻ്റെ ലിങ്ക് നള്ളാണോ അല്ല, 300 അല്ലേ, നള്ളല്ല. അപ്പം നള്ളല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. നള്ളല്ലാത്ത സ്ഥിതിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പ്രിൻ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ഡാറ്റേനെ ഞാനതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് പ്രിൻ്റ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തി. ഓക്കെ, ഇനി ഇത് എനിക്ക് മനസ്സിലായില്ലേ, ഇത് നള്ളല്ല എന്ന് മനസ്സിലായി, ഉള്ളിലേക്ക് കയറി. ഇനി എനിക്ക് ഇയാളെ പറ്റി പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. ഇനി തൊട്ടടുത്തുള്ള ആളെ ഞാൻ എന്ത് വിളിക്കണം, PTR എന്ന് വിളിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, PTR ഈസ് ഈക്വൽ ടു PTRൻ്റെ ലിങ്ക്. ഇപ്പോൾ ഉള്ള PTRൻ്റെ ലിങ്കിൽ ആരാളുള്ളത്, 300 ആണ്. അപ്പോൾ 300 ആളെ ഞാൻ എന്ത് വിളിച്ചു, പുതിയ PTR ആയിട്ട് വിളിച്ചു. ഓക്കെ, അപ്പോൾ PTR മാറിയ സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്യണം, കണ്ടീഷൻ ഒന്നുകൂടെ വന്ന് ചെക്ക് ചെയ്യണം. വൈൽ PTR നോട്ട് ഈക്വൽ ടു നൾ, PTRൻ്റെ ലിങ്ക് നള്ളാണോ അല്ലയോ ചെക്ക് ചെയ്യണം. PTRൻ്റെ ലിങ്ക് ഇപ്പം നള്ളല്ലേ, ഇവിടെ PTRൻ്റെ ലിങ്ക് നള്ളാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, വൈൽ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരാം. അപ്പോൾ ഇത്രയും ആയപ്പോൾ എനിക്ക് അവിടെ നിന്ന് എന്താ മനസ്സിലായത്, ഞാൻ ഒന്നാമത്തെ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ എൻഡിൽ എത്തി നിൽക്കുന്നു എന്നുള്ളൊരു കേസ് മനസ്സിലായി. അപ്പോൾ ഞാൻ അതിൻ്റെ എൻഡിലേക്ക് എത്തി. ഇനി എനിക്ക് ചെയ്യേണ്ടത് ഈ ഒന്നാമത്തെ ലിങ്ക്ഡ് ലിസ്റ്റും രണ്ടാമത്തെ ലിങ്ക്ഡ് ലിസ്റ്റും കൂടി കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ടാമത്തെ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ആദ്യത്തെ ആളെ ഹെഡ് 2 എന്ന് വിളിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ഈ നോഡിന്, ഈ 500 കിടക്കുന്ന നോഡിന് നമുക്ക് 500 നോഡിനെ പറ്റി പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ഒന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇയാളെ എന്ത് വിളിക്കണം, ഒരു പേരിട്ട് വിളിക്കണം. അപ്പോൾ ഞാൻ ഇയാളെ PTR1 എന്ന് പേരിട്ട് വിളിക്കുകയാണ്. ഇയാളെ PTR1 എന്ന് പേരിട്ട് വിളിക്കുമ്പോൾ ഞാൻ എങ്ങനെ കൊടുത്താൽ മതി, PTR1 ഈസ് ഈക്വൽ ടു ഹെഡ് 2ൻ്റെ ലിങ്ക്. ഇയാളെ ഞാൻ ഫസ്റ്റ് PTR എന്ന് എങ്ങനെയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്, ഹെഡ് 1ൻ്റെ ലിങ്കിനെ PTR എന്ന് വിളിച്ചു. അതുപോലെ ഹെഡ് 2ൻ്റെ ലിങ്കിനെ ഞാൻ എന്ത് വിളിച്ചു, PTR1 എന്ന് വിളിച്ചു. ഹെഡ് 2ൻ്റെ ലിങ്ക് 500 ആണ്. സോ 500നെ ഞാൻ എന്ത് വിളിച്ചു, PTR1 എന്ന് വിളിച്ചു. ഇപ്പോൾ നമുക്കെല്ലാം കിട്ടിയില്ലേ. ഇയാളുടെ പേരിപ്പം PTR ആണ്, നമുക്കത് കിട്ടി. ഇവിടെ ഹെഡ് 2 ഉണ്ട്, അത് നമുക്കറിയാം. ഈ തൊട്ടടുത്തുള്ള ആളുടെ പേര് PTR1 എന്നാണെന്ന് കിട്ടി. അപ്പോൾ ഇതിൽ മർജിങ്ങിൽ ഇൻവോൾവ് ചെയ്യാൻ പോകുന്നത് മെയിനായിട്ട് ഈ 3 നോഡുകളാണ്. ഈ 600 എന്ന് പറഞ്ഞ നോഡിനെ പറ്റി എനിക്ക് ഒരറിവുമില്ല. അറിവുണ്ടാവേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. കാരണം ഈ 600 എന്ന് പറഞ്ഞ നോഡിന് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഈ മർജിങ് എന്ന് പറഞ്ഞ ഓപ്പറേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ഏതൊക്കെ നോഡാണോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് ചെക്ക് ചെയ്യുക, അവരെ പറ്റി മാത്രം ഞാൻ എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി.
അപ്പോൾ ഇവർ 3 പേരുമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇയാൾക്ക് പേര് കിട്ടി, ഇയാൾക്കും പേര് കിട്ടി. അപ്പോൾ ഇനി ഇവിടെ ഹെഡ് ടു വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അല്ലേ. അപ്പോൾ ഞാനിതാ ഡിലീറ്റ് ഹെഡ് ടു. ഞാൻ ഹെഡ് ടു എന്ന് പറഞ്ഞ നോഡിനെ അങ്ങനെ തന്നെ എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. ഇവിടെ അങ്ങനെ ഒരു നോഡില്ല. ഇനി ഞാൻ എന്ത് ചെയ്താൽ മതി, കണക്ഷൻ കൊടുത്താൽ മതി. ഇവിടെ ഈ ലിങ്കിലേക്ക് ഈ 500-നെയാണ് എനിക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഇയാളുടെ പേര് PTR എന്നുള്ളതാണ്. അപ്പോൾ PTRൻ്റെ ലിങ്ക് ഇസ് ഈക്വൽ ടു PTR1. PTRൻ്റെ ലിങ്ക് ഇസ് ഈക്വൽ ടു PTR1. അപ്പോൾ ഇവിടെ നോക്കിയേ, അല്ലെങ്കിൽ ഇവിടെ നോക്കിയേ, ഇവിടെ 300 വന്നു. ഇവിടെ എങ്ങനെയാണ് 300 വന്നത്? തൊട്ടടുത്ത നോഡിൻ്റെ അഡ്രസ്സല്ലേ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ നോഡ് കഴിഞ്ഞാൽ തൊട്ടടുത്ത നോഡായിട്ട് ആരാ വരുന്നത്? ഈ 500 എന്ന് പറഞ്ഞ നോഡാണ് വരുന്നത്. അപ്പോൾ 500 എന്ന് പറഞ്ഞ അഡ്രസ്സ് ആയിരിക്കണം എവിടെ വരേണ്ടത്? ഇതിൻ്റെ ലിങ്ക് പോർഷനിൽ വരേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുക, ഈ നോഡിൻ്റെ പേരെന്താ? PTR. അപ്പോൾ ഞാൻ എന്ത് എഴുതി? PTR എന്ന് എഴുതി. ഇതിൻ്റെ ഏത് പോർഷനിലാണ് എനിക്ക് 500 വരേണ്ടത്? രണ്ടാമത്തെ പോർഷനിലല്ലേ. രണ്ടാമത്തെ പോർഷനെ ഞാൻ എന്താ വിളിക്കുക? ലിങ്ക്. അപ്പോൾ ഞാൻ PTR ലിങ്ക് എന്ന് എഴുതി. ആരാണ് വരേണ്ടത്? PTR1. ഞാൻ എന്ത് എഴുതി? PTR1 എന്ന് എഴുതി. ഇത്രയാണ് മർജിങ്. അപ്പോൾ മർജിങ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ എൻഡിലോട്ട് ഞാൻ എത്തണം. ആ എൻഡിലോട്ട് എത്തണമെങ്കിൽ ഞാൻ എന്ത് കണ്ടീഷൻ കൊടുക്കണം എന്ന് ആലോചിക്കുക. രണ്ടാമത്തെ ലിങ്ക്ഡ് ലിസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുമ്പോൾ ഹെഡ് ടുവിനെ റിമൂവ് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ആലോചിക്കുക. അങ്ങനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ആരും തമ്മിലാണ് കണക്ഷൻ വരുന്നത് എന്നുള്ളൊരു കേസ് ഞാൻ എന്ത് ചെയ്യുക, ആലോചിച്ച് വെക്കുക. ഓക്കെ. ഇനി വേണമെങ്കിൽ ചില ആൾക്കാർക്ക് ഡൗട്ട് തോന്നും, ഈ 5-ാമത്തെയും 6-ാമത്തെയും സ്റ്റെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എഴുതിയത് കൊണ്ട് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താം, PTR ലിങ്ക് ഈക്വൽ ടു PTR1 എന്നുള്ളത് ആദ്യം എഴുതാം. അതിനുശേഷം ഹെഡ് ടുവിനെ ഡിലീറ്റ് ചെയ്യും. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല.